പ്രജിതേ, ഈ ചൈന ഈ ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഭീഷണി ഉയർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് എന്താണ്? അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണോ ഇന്ത്യ ഒരു യാത്ര അങ്ങോട്ടേക്ക്, ഇന്ത്യയിലെ ഒരു സംഘം ചൈനയിലേക്ക് തിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. എന്താണ് കുറിച്ച് പറയുന്നത്? അതായത് ചൈനയും അമേരിക്കയും ഈ പറയുന്ന സാമ്പത്തിക ശക്തിയിൽ മുൻപിൽ ഇപ്പോൾ ചൈനയാണ് എന്നാണ് പറയുന്നത്. പിന്നെ അമേരിക്കയും ഇത്തരത്തിൽ തന്നെ ഒരു സൂപ്പർ പവറായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അമേരിക്ക ഇറക്കുമതി തീരുവ ചുമത്തി ചൈനയുടെ പല കാര്യങ്ങളും പല ഉൽപ്പാദകരും ഒക്കെ വീട്ടിലായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ചൈനയിലെ മാത്രമല്ല, എല്ലായിടത്തെയും ഉൽപ്പാദകർക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് ട്രംപിൻ്റെ പല നയങ്ങളും പോയിരിക്കുന്ന ഒരു സമയം. രണ്ട്, ഇന്ത്യൻ പ്രതിനിധി സംഘം പോകുന്ന കാര്യം പറഞ്ഞു. ഇന്ത്യ കഴിഞ്ഞിടക്ക് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന വിഷയം. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചൈനയുടെ ആയുധങ്ങളായിരുന്നല്ലോ, മിസൈൽസ് ആയാലും അവരുടെ ഈ പഹൽഗാം അറ്റാക്കിന് വന്നവരുടെ പോലും കയ്യിലുണ്ടായിരുന്ന സാറ്റലൈറ്റ് ഫോൺ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് ഉണ്ടായിരുന്നതായിരുന്നു. അതൊരു പ്രത്യേക സംവിധാനത്തിൽ, അതെ, അതൊരു പ്രത്യേക സംവിധാനത്തിൽ ഉണ്ടായതാണ്. അതിൻ്റെ ഒരു പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതായത് അത് ഉപയോഗിക്കുന്നവർക്ക് തമ്മിൽ മാത്രമേ അതിൻ്റെ കോഡും കാര്യം മെസ്സേജസ് ഒക്കെ കിട്ടുകയും വായിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. എൻക്രിപ്റ്റഡ് അങ്ങനെ എന്തോ ഒരു പേരാണ്, ഞാനത് വിട്ടുപോയി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പെഹൽഗാം അറ്റാക്കിന് വന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ആശയവിനിമയത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഒക്കെയും ചൈനീസ് പ്രോഡക്ട്സ് ആണ്. അതുപോലെ തന്നെയാണ് ഇവർ അവിടെ നിന്ന് വിട്ട മിസൈൽസ് ആയാലും ഡ്രോൺസ് ആയാലും എല്ലാം ചൈനയുമായി ബന്ധപ്പെട്ടത് കൂടിയായിരുന്നു. അപ്പോൾ ഈ ചൈനയുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ ഉപകരണങ്ങൾക്കെല്ലാം, മിസൈൽസിന് പോലും കാര്യമായ നാശനഷ്ടം എന്നല്ല, അത് ശരിക്കും തവിട് പൊടിയായി എന്നുള്ളതാണ്. അപ്പോൾ അത് ചൈനയ്ക്ക് ഏറ്റവും വലിയ ക്ഷീണമാണ്. അവർ ഒന്നാമൻ എന്നൊക്കെ പറയുകയും അവർ നൽകിയ പ്രോഡക്റ്റ് ഇത് ആരെ കൊണ്ടും തകർക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിർമ്മിച്ചിറക്കി പരീക്ഷണത്തിനായിരിക്കാം, എന്നാലും പാകിസ്ഥാന് കൊടുക്കുന്നു, പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു, എല്ലാം നിഷ്പ്രഭമായി പോകുന്നു. അത് അവരെ സംബന്ധിച്ച് എന്താ പറയുക, വലിയൊരു തിരിച്ചടിയാണ്. തിരിച്ചടി മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ട ഒരു സംഭവം കൂടിയാണത്. കാരണം അവരുടെ പ്രോഡക്ട്സിന് ഇത്രയൊക്കെ കേപ്പബിലിറ്റി ഉള്ളൂ എന്നുള്ളത് ലോകരാജ്യങ്ങൾ മുഴുവനും അറിഞ്ഞു. ഒരു എന്താ പറയുക, ആരും അറിയാത്തൊരു സ്ട്രൈക്കല്ലല്ലോ നടന്നത്, എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായ പ്രശ്നമാണ്. ചൈനയുടെ പ്രോഡക്ട്സ് എന്നുള്ളത് മനസ്സിലായി. ഇവർക്ക് ഇത് വിൽപ്പന ഇനിയും നടത്തണമല്ലോ. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. ഈ സമയത്താണ് ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. പല രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയുക, സൈനിക നടപടികളും യുദ്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഉൽപ്പാദകരുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി തീരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അമേരിക്ക എടുത്ത് ഉയർത്തിയ വിഷയമുണ്ട്. ചൈനയ്ക്ക് അതിൽ വലിയ നഷ്ടം വന്നിട്ടുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോൾ ചൈനയ്ക്ക് ഇതിനെ എല്ലാം ഒന്ന് പിടിച്ചടക്കണം, അല്ലെങ്കിൽ എല്ലാവരെയും ഒന്ന് ഒരു നിമിഷമെങ്കിലും സ്തംഭിപ്പിക്കണമല്ലോ എല്ലായിടവും. അതവർ നോക്കും. അപ്പോൾ ചൈനയുടെ കയ്യിൽ ഏറ്റവും റെയറായിട്ടുള്ള അപൂർവ ധാതു ശേഖരമുണ്ട്. ഈ ഏറ്റവും അപൂർവമായിട്ടുള്ള ഈ ധാതു എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതില്ലെങ്കിൽ നമ്മുടെ മിസൈൽ നിർമ്മാണ രംഗത്തെ കുതിപ്പ് വരെ തകർന്ന് തരിപ്പണമാകും എന്നുള്ളത്. അതെ, അതിൽ ആഡ് ചെയ്യേണ്ട ധാതുവാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പൊ മിസൈലിന്റെ ഇതിന് മാത്രമല്ല, അതിന്റെ പേര് ഞാൻ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന ഒരു അപൂർവ ധാതു ശേഖരം ഇവർ ഓരോ രാജ്യങ്ങളായിട്ട് പിടിച്ചടക്കി വെക്കുകയാണല്ലോ, കടം കൊടുത്തിട്ടും അല്ലാണ്ടും ഒക്കെ. അപ്പൊ അവിടെ നിന്ന് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്, അവിടെ നിന്ന് ഇവർക്ക് ഊറ്റാവുന്നത് എന്താണോ. ഇപ്പൊ അഫ്ഗാനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അഫ്ഗാനിലേക്ക് പോകുമ്പോൾ അഫ്ഗാൻ ഭാഗത്തുണ്ടാകുന്ന റെയർ എർത്ത് മെറ്റൽസ് ഉണ്ടാവും, അതിലേക്കായിരിക്കും ഇവരുടെ ഇത്. അല്ലെങ്കിൽ പോർട്ട് ഉണ്ടാവും,
അത്തരത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും ചൈന എപ്പോഴും കണ്ണുവയ്ക്കുന്നത്. ചൈന മാത്രമല്ല, അമേരിക്ക ആയാലും. ഇപ്പം നമ്മളും അഫ്ഗാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടുത്തെ എർത്ത് മിനറൽസ് എല്ലാം നോക്കുകയും തന്നെ ചെയ്യും, നോക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ ചൈന എടുത്തിരിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്, ഈ അപൂർവ ധാതു ശേഖരം എന്നുള്ളത് ആർക്കും കൊടുക്കാതിരിക്കുക. അപ്പൊ മൊത്തത്തിൽ എല്ലാവരെയും നമ്മൾ പറയുക ഒന്ന് സ്തംഭിക്കും, എല്ലാവരും അങ്ങോട്ട് ചെല്ലും. ഇത്തരത്തിലുള്ള മിസൈൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെയും ആയുധ നിർമ്മാണ മേഖലയൊക്കെയും സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. അത്തരത്തിലുള്ള കാര്യത്തിലേക്കാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈൽ പവർ പോലും സത്യത്തിൽ ഈ പറയുന്ന ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ബ്രഹ്മോസിനൊക്കെ ഇത്രയും കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതൊന്നും ചൈന ഒരുപക്ഷെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ ഒരു സമയത്താണ്. അപ്പോൾ ഇതോടുകൂടിയാണ് മിസൈൽ ബ്ലേഡുകൾ ഉണ്ടാക്കാൻ ചൈന നൽകുന്ന റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയുന്ന ധാതു, ആ ധാതുവാണ് ഇനി ആർക്കും കൊടുക്കൂല എന്ന് പറയുന്നത്. ഞങ്ങൾ കുട്ടികൾ കയ്യിലെടുത്ത് വെച്ചിട്ട് പറയുമല്ലോ, ഇനി ഞാനിത് ആർക്കും തരില്ല എന്ന് പറയണ പോലെ അതൊരു വലിയ വിഷയമാണ്. ഏത് രാജ്യത്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ചൈനയാണ്. കാരണം അത് അവരുടെ കയ്യിലാണ് ഏറ്റവും അധികം ഉള്ളത്. അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാവർക്കും ഇടയിലുണ്ട്. പക്ഷെ മറ്റെന്ത് തരത്തിലുമുള്ള കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കാം. പക്ഷെ ഈ ധാതു പോലുള്ള സംഭവങ്ങളാകുമ്പോൾ അത് നമുക്ക് കിട്ടി തന്നെയാകണം. അപ്പൊ അത് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ഇനിയും നമ്മൾ വികസിപ്പിക്കുകയല്ലേ, നമ്മൾ ഉപയോഗിച്ചു, അപ്പോൾ ഇനിയും വികസിപ്പിക്കുകയാണ്. അതെ, അതിന് വികസിപ്പിക്കണം. അപ്പൊ അതിന് മിസൈൽ ബ്ലേഡൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയുന്ന ധാതു വേണം, മാഗ്നറ്റ്. അപ്പോൾ അതാണ് പ്രശ്നമാകുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വൈദ്യുത വാഹന രംഗത്തെ കുതിപ്പിനും മൊബൈൽ ഫോണിന്റെ നിർമ്മാണത്തിനും ഒക്കെ ഇത് അത്യാവശ്യമാണ്. അപ്പൊ ഇതൊന്നും ചൈന തരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ചൈന വൻ ഭീഷണി ഉണ്ടാക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവനും. ചൈനയിൽ നിന്ന് ഇത് വാങ്ങുന്നത് മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഈ ചൈന ഇത് തരാൻ മടിക്കുന്നതോടു കൂടിയാണ് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും വാഹന നിർമ്മാതാക്കളും അടങ്ങുന്ന ഒരു സംഘം ചൈനയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് പോയി അവരുമായി സംസാരിച്ച് നയപരമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്, അങ്ങനെ ഒരു പോംവഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ പോകുന്നതിന് പിന്നിലുള്ള കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ അടിയന്തരമായി തന്നെ അവിടെ എത്തേണ്ടതോ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ത്യക്കും യുദ്ധ ജെറ്റും ഇലക്ട്രിക് വാഹനവും ഒക്കെ നിർമ്മിക്കാനായിട്ട് ഈ ഒരു ധാതു ചൈനയിൽ നിന്ന് തന്നെ വരേണ്ടതുണ്ട്. ഇന്ത്യയെ മാത്രമല്ല എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വിഷയമായതുകൊണ്ട് ഇന്ത്യൻ പ്രതിനിധി സംഘം അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് യുദ്ധവിമാനങ്ങൾ മുതൽ മൊബൈൽ ഫോൺ വരെ നിർമ്മിക്കാൻ ആവശ്യമുള്ള ഈ റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയുന്നതിൻ്റെ 70% ചൈനയുടെ കയ്യിലാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞെങ്കിൽ ഇത്രയും ശതമാനം ചൈനയുടെ കയ്യിലാണ്. അപ്പോൾ ബാക്കി അത്രയുള്ള 100-ൽ അത്രയും ശതമാനം മാത്രമാണ് മറ്റുള്ളിടത്തുള്ളൂ. അപ്പോൾ കൂടുതലുള്ളിടത്ത് നിന്ന് മാത്രമാണ് നമുക്കിത് ഇറക്കുമതി ചെയ്യാനും പറ്റുള്ളൂ. നിയോഡൈമിയം, ബോറോൺ, അയൺ എന്നീ റെയർ എർത്ത് മൂലകങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഈ റെയർ എർത്ത് മാഗ്നറ്റ്. 2024-25 ഇന്ത്യ 807 മെട്രിക് ടൺ റെയർ എർത്ത് മാഗ്നറ്റ് ആണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചൈന ഇത് യൂറോപ്പിന് നൽകാതിരുന്ന ഒരു സമയത്ത് BMW, മെഴ്സിഡീസ് കാർ എന്നിവയുടെ നിർമ്മാണം തന്നെ നിലച്ചുപോയ ഒരവസ്ഥയുണ്ടായിരുന്നു യൂറോപ്പിന് നൽകാതിരുന്നത് കൊണ്ട്. അങ്ങനെയാണെങ്കിലും ഈ US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ അവർക്കൊരു പണി കൊടുക്കാം എന്ന് കരുതി ഈ ഒരു വിഷയം ചൈന വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്നെങ്കിലും ഇവിടെ നിന്നൊരു പണി വരാം, അപ്പം എനിക്ക് തിരിച്ച് പണി കൊടുക്കണമെങ്കിൽ ഇവനെ ശരിക്കും ചങ്കത്ത് കുത്തുന്ന ഒരു പണി കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു സംഭവം രഹസ്യമാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും
ചൈനയ്ക്കെതിരെ 145% ഇറക്കുമതി തീരുവയാണ് ട്രംപ് ചുമത്തിയത്. ട്രംപ് അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം വന്നു. അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന സാഹചര്യം വന്നതുപോലും ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചതുകൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് ട്രംപ് ചുമത്തിക്കോ, ഇതുവരെയൊക്കെ ഞങ്ങൾ മിണ്ടാതിരുന്നു, ഒരു നിലയ്ക്ക് അങ്ങ് പോകുമെന്ന് കരുതിയിട്ട്. പക്ഷെ ഇതൊരു നിലയ്ക്ക് പോകുന്ന ലക്ഷണമല്ല. അതെ, ഈ സംഭവം ഞങ്ങളങ്ങ് തരുന്നില്ല. ഈ റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ തരുന്നില്ല. അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്തംഭിപ്പിച്ചു, ട്രംപിനെ അടക്കം എന്താ പറയാ സ്തംഭിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് പിന്നീട് കുറച്ചൊരു ഇളവിലേക്ക് വരേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള നിർമ്മാണ മേഖല മുഴുവൻ സ്തംഭിച്ചു പോകും. എന്തായാലും നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘം ചൈനയിലേക്ക് പുറപ്പെടുകയാണ്.